കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവാസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യെശയ്യാ പ്രവചനം 49 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന ദൈവം സിയോനോട് അരുളി ചെയ്യുകയാണ്. ദൈവത്തിന്റെ ജനമായ സിയോൻ ദൈവത്തോട് ചോദിക്കുന്നു, പറയുകയാണ്, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുകയാണ്. അവരങ്ങനെ ചിന്താകുലപ്പെടുമ്പോൾ, അവരങ്ങനെ ഭാരപ്പെടുമ്പോൾ, അവരങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം അവരോട് പറയുകയാണ്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഉത്തരം എന്താണ്? മറക്കത്തില്ല. താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അതേ ഉത്തരം, കരുണ തോന്നും എന്നുള്ളതാണ്. എന്നാൽ പറയുന്നു, അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. നമുക്കറിയാം, ചരിത്രത്തിൽ അമ്മ കുഞ്ഞിനെ മറന്നിട്ടുണ്ട്. പ്രസവിച്ച കുഞ്ഞിനെ ചില സാഹചര്യങ്ങൾ നടുവിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്തിനേറെ ക്ഷാമം വന്നപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഭക്ഷിച്ച ചരിത്രം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പറയുകയാണ്, അവർ ഉപേക്ഷിച്ചാലും അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഇവിടെ നമ്മളെ വളർത്തുന്ന ദൈവം, നമ്മെ നടത്തുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം, ഒരമ്മ തന്റെ കുഞ്ഞിനെ പോറ്റുന്നത് പോലെ നമ്മെ പുലർത്തുകയും പോറ്റുകയും ചെയ്യുന്ന ദൈവം. ഇന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകം മറക്കും, സ്നേഹിതർ മറക്കും, ഉറ്റവരും ഉടയവരും മറക്കും. എന്നാൽ നിന്നെ മറക്കാത്ത, നിന്നെ കരുതുന്ന, വളർത്തുന്ന, സ്നേഹിക്കുന്ന, പോറ്റുന്ന, പുലർത്തുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്! അവൻ മറക്കുന്ന ദൈവമല്ല. ആരൊക്കെ മറന്നാലും അവൻ മറക്കത്തില്ല. എന്തിനു നീ ഭാരപ്പെടുന്നു? എന്തിനു വേദനപ്പെടുന്നു? എന്തിനു ചിന്താകുലപ്പെടുന്നു? സ്നേഹിക്കുന്ന കർത്താവ്, കരുതുന്ന കർത്താവ്, പോറ്റുവാനും പുലർത്തുവാനും കഴിവുള്ള ഒരു നല്ല കർത്താവ് നിനക്ക് വേണ്ടിയില്ലയോ? നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? ദൈവത്തിന്റെ ദാസനായ മോശ ലക്ഷങ്ങളുമായി ചെങ്കടൽ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ മോശയുടെ ഹൃദയം തകർന്നു. എങ്ങനെ മുൻപോട്ട് നീങ്ങും? എന്നാൽ ചെങ്കടൽ തീരത്ത് നിലവിളിച്ച മോശയെ ദൈവം കൈവിട്ടില്ല. ദൈവനെ ഓർത്തു, ദൈവനെ മറന്നു കളഞ്ഞില്ല. അസാധ്യമായ ഒരു മേഖലകളെ ദൈവം ഒരുക്കി കൊടുത്തു. അതേ ചെങ്കടലിലൂടെ ദൈവം ചെങ്കൽ പാത ഒരുക്കി തന്റെ ജനത്തെ അക്കരെ കടത്തി. ഇന്ന് പലവിധമായ വിഷയങ്ങളാൽ ദൈവനെ മറന്നുവോ? ഞാൻ വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു, പ്രയാസങ്ങളിലായിരിക്കുന്നു, പ്രതിസന്ധികളിലായിരിക്കുന്നു, എനിക്കെങ്ങനെ മുൻപോട്ട് നീങ്ങുവാൻ കഴിയുമെന്ന് വിചാരപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വഴിയെ, അസാധ്യമായ മേഖലകളിലൂടെ ഒരു വാതിലുകളെ തുറന്നു തരുവാൻ ദൈവം ശക്തനാണ്. ഇവിടെ ദൈവം നിന്നെ മറക്കയില്ല. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ, നിന്റെ ഭവനത്തിന് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൂരെ നിൽക്കുന്ന ഒരു ദൈവമല്ല, അടുത്ത് നിൽക്കുന്ന ദൈവത്തെ അത്രയും നാം സേവിക്കുന്നത്. ഭാരപ്പെടരുത്. ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവി വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മുടെ ദൈവം വലിയ ദൈവം, സർവശക്തനായ ദൈവം.
അവൻ കൈവിടുന്ന ദൈവമല്ല. ഒരു തലമുറയ്ക്ക് വേണ്ടി നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും നടുവിൽ പെനീനയുടെ വാക്കിന്റെ മുമ്പിൽ ഹൃദയം തകർന്ന ഹന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഹൃദയം ഉരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളെ ഓർത്തു. ദൈവമേ, നീ എന്നെ ഓർക്കണമേ, എന്റെ പ്രാർത്ഥനയെ ഓർക്കണമേ, എന്റെ നിന്ദയെ നീ ഓർക്കണമേ. അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളെ ഓർത്തു. പ്രാർത്ഥിച്ചവളെ, കരഞ്ഞവളെ ദൈവം കൈവിട്ടില്ല. ഇന്ന് പല പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുന്നു, കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അല്പം വൈകിയാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ആ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നിനക്ക് തരും. ദൈവം നിന്നെ ഓർക്കും. ദൈവം ഹന്നായെ ഓർത്തു, അവളെ മറന്നു കളഞ്ഞില്ല. ഒരിക്കലും പ്രാർത്ഥിക്കുന്നവരെ, ഒരിക്കലും യേശുവിനെ വിളിക്കുന്നവരെ യേശു മറന്നു കളയുന്നവനല്ല. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. ദാൻ മുതൽ ബേർശേബ വരെ ദൈവം അറിയപ്പെടുന്ന ഒരു പ്രവാചകനെ അവിടെ ഉദരത്തിലൂടെ പുറത്തു വരുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ എന്തിനു ഭാരപ്പെടുന്നു? അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ്. അതേ, സിയോൻ പറയുന്നു, യഹോവ ഞങ്ങളെ മറന്നെന്ന്. ദൈവം പറയുകയാണ്, ഞാൻ മറക്കുന്ന ദൈവമല്ല. വീണ്ടും ദൈവത്തിന്റെ വചനം ആവർത്തിക്കുന്നു, ദൈവം നിന്നെ മറക്കത്തില്ല, നിന്റെ തലമുറയെ മറക്കത്തില്ല. ഓർത്ത് ഓർത്ത് സഹായിക്കുന്ന ദൈവമാണ്. അതേ, കർത്താവ് പറഞ്ഞിട്ടാണ് ശിഷ്യന്മാർ സമുദ്രത്തിലൂടെ, ഗലീല കടലിലൂടെ അക്കരയ്ക്ക് പോയത്. എന്നാൽ അവിടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളില് കാറ്റുകളും തിരകളും പടകിന്മേൽ ആഞ്ഞടിച്ച് വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ നാഥനെ വിളിക്കുകയാണ്. അർദ്ധരാത്രി നടുവിൽ തന്റെ ശിഷ്യന്മാരെ മറക്കാതെ തിരകളുടെ മുകളിലൂടെ നടന്നു വന്ന് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു പറഞ്ഞവരെ ധൈര്യപ്പെടുത്തിയ കർത്താവ്. അതേ, നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മളെ മറക്കുന്നവനല്ല. നമുക്കെതിരെയുള്ള കാറ്റിനെ, എതിരെ ഉയരുന്ന എല്ലാ പ്രതിസന്ധികളെ മാറ്റുവാൻ ദൈവം വിശ്വസ്തരാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതങ്ങളെ മറക്കാത്തൊരു കർത്താവുണ്ട്, ഓർക്കുന്ന കർത്താവുണ്ട്. അവന്റെ സന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കൂ. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങൾ അവർ ഭാരപ്പെടുന്ന വിഷയങ്ങൾ എന്താണ്, അതിന്മേൽ ദൈവം അവരെ ഓർത്ത്, അവരുടെ പ്രാർത്ഥനയെ ഓർത്ത് അവർക്ക് വേണ്ടി നീ അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ സാമുവേ.